നമസ്കാരം. തിങ്കളാഴ്ച വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായും മറ്റ് 20 നേതാക്കന്മാർ ഘടകകക്ഷികളുടെ ഉൾപ്പെടെ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗം നടക്കും. ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ശ്രദ്ധേയമായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 5 ഗ്യാരണ്ടികളുണ്ട്. ആ ഗ്യാരണ്ടിയിൽ ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ പോകുന്നത് KSRTC ബസ്സിലെ സൗജന്യ യാത്രയാണ്. അത് തിങ്കളാഴ്ചത്തെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ബാക്കി ഗ്യാരണ്ടികളൊക്കെ വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സോഫ്റ്റ്വെയറൊക്കെ നടപ്പിലാക്കിയ ശേഷം മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഏതുതരം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. പിന്നീട് അതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആദ്യ ക്യാബിനറ്റിൽ തന്നെ അത് പ്രഖ്യാപിച്ച് കയ്യടി നേടി ഒരു ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സർക്കാർ. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ആശാവർക്കർമാരുടെ ഓണറേറിയം പുതുക്കിയേക്കും എന്ന റിപ്പോർട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരം കണ്ടിൽ നിന്ന് നടിച്ചതാണ് പിണറായി സർക്കാരിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന്. അടിസ്ഥാന ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്യുന്ന നേഴ്സുമാരെ പരിഗണിക്കണം എന്ന ആവശ്യമുണ്ട്. ആദ്യ ക്യാബിനറ്റിൽ ഒരുപക്ഷെ അത് സാധിച്ചെന്ന് വരില്ല. എന്നാൽ രണ്ടാമത്തെ ക്യാബിനറ്റിൽ തന്നെ അത് വന്നേക്കും. നേഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കും എന്നുള്ള സൂചനകളുണ്ട്. ഇത്തരത്തിൽ ആദ്യ ക്യാബിനറ്റിൽ ജനപ്രിയമായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൻ്റെ അധികാരവും ധാർഷ്ട്യവും ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഒപ്പിച്ചു വെച്ച ഒരുപാട് വൃത്തികേടുകളുണ്ട്. ആ വൃത്തികേടുകൾക്കൊക്കെ പടിപടിയായി അന്ത്യം കുറിക്കുമെന്ന സൂചനയാണ് ആദ്യ ദിനം തന്നെ വി.ഡി. സതീശൻ നൽകുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും എന്ന സൂചനയാണത്. നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദ്യ ദിനത്തിൽ തന്നെ വി.ഡി. സതീശൻ ശ്രദ്ധേയമായ പല നീക്കങ്ങളും നടത്തി. ഒന്ന്, ആദരണീയരായ മനുഷ്യരെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. പ്രഖ്യാപനം വന്ന ആദ്യ ദിനം തന്നെ അദ്ദേഹം പോയത് A.K. ആൻ്റണിയെ കാണാനാണ്. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ A.K. ആൻ്റണി വി.ഡി. സതീശന് അനുകൂലമായ നിലപാടെടുത്തു എന്നാണ് ഒടുവിൽ കേൾക്കുന്ന റിപ്പോർട്ട്. നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് A.K. ആൻ്റണി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് എന്നായിരുന്നു. എന്നാൽ ഒരു തലമുറ മാറ്റം ആവശ്യമാണെന്നും അതുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ ജനപിന്തുണയ്ക്കനുസരിച്ച് വരട്ടെ എന്ന് ആൻ്റണി നിർദ്ദേശിച്ചതുമാണ് ഈ വഴിത്തിരിവിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ. അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം ആദ്യം സന്ദർശിച്ചത് ആൻ്റണിയായിരുന്നു സതീശൻ. തീർച്ചയായും ജനമനസ്സിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വം ഉമ്മൻചാണ്ടിയുടേതാണ്. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടത്തിന് കാരണമായി. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെയും മക്കളെയും കാണാൻ ആ വീട് സന്ദർശിച്ചതും വി.ഡി. സതീശനോടുള്ള മതിപ്പ് പൊതുസമൂഹത്തിന് വർദ്ധിക്കാൻ കാരണമായി. നന്ദിയും കടപ്പാടും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വി.ഡി. സതീശൻ പിന്നീട് കാണാൻ പോയത് സുലേഖ ടീച്ചറെയാണ്. ജി കാർത്തികേയൻ്റെ ഭാര്യ സുലേഖ ടീച്ചർ. ജി കാർത്തികേയൻ്റെ വീട്ടിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി എത്തി ചുമതലയേൽക്കുന്നതിന് മുൻപ് ആദരവർപ്പിക്കുന്നത്. അതിൻ്റെ കാരണം ജി കാർത്തികേയനെ നേതാവായി കണ്ട് ആണ് വി.ഡി. സതീശൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജി കാർത്തികേയനാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ചെയർപേഴ്സണായി വി.ഡി. സതീശനെ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. അത്തരം വൈകാരിക നീക്കങ്ങൾക്ക് ശേഷം അദ്ദേഹം നടത്തിയത് 2 രാഷ്ട്രീയ സന്ദർശനങ്ങളാണ്. രമേശ് ചെന്നിത്തലയെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ നീക്കം നടത്തുകയും ചെയ്തതായിരുന്നു ആദ്യം. ആ സന്ദർശനം വിജയകരമായിരുന്നു. ചെന്നിത്തല തന്നെ ജ്യേഷ്ഠ സഹോദരനാണ് എന്ന് വി.ഡി. സതീശനും ജനങ്ങളുടെ നേതാവാണ് വി.ഡി. സതീശൻ എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞതോടെ ഇവർ തമ്മിലുള്ള ഭിന്നതയെക്കുറിച്ചുള്ള ചർച്ചകൾ അപ്രസക്തമായി. പിന്നീട് അദ്ദേഹം നേരെ പോയത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ കാണാനാണ്. പിണറായിയെ സന്ദർശിച്ചതിലും കൈകൊടുത്തതിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയുണ്ട്. എന്നാൽ അതാണ് കീഴ്വഴക്കം. ഈ ഒരു കൈകൊടുക്കൽ ഭരണത്തിലുണ്ടാവരുതേ എന്ന് മാത്രമാണ് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അതേസമയം വി.ഡി. സതീശൻ്റെ നയമാറ്റം വലിയ കയ്യടിക്ക് കാരണമായിട്ടുണ്ട്. പിണറായി വിജയൻ ജനത്തിനിടയിൽ നിന്നും അകന്നുപോയത് ധൂർത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പേരിലായിരുന്നു. ഈ ധൂർത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അനേകം വാഹനങ്ങളുടെ അകമ്പടി സ്വീകരിക്കാനുള്ള പിണറായിയുടെ തീരുമാനം. പൈലറ്റിനും എസ്കോർട്ടിനും പുറമെ പിണറായി സഞ്ചരിക്കുന്ന അതേപോലുള്ള മറ്റൊരു വാഹനവും അനേകം ഇന്നോവ ക്രിസ്റ്റകളും ഇടിവണ്ടിയും ആംബുലൻസും മൊബൈൽ ജാമറുമൊക്കെയായി പിണറായി നാട്ടുകാരെ വെറുപ്പിച്ച് ഉലകം ചുറ്റി. ഒരുപക്ഷെ പിണറായി ഇത്രയധികം വെറുക്കപ്പെട്ടവനായി മാറിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാടുനീളെയുള്ള ഈ ആഡംബര യാത്രയായിരുന്നു. ക്ലിഫ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന ദേവസ്വം ബോർഡ് ജംഗ്ഷനിലൂടെയും നന്തൻകോടി ജംഗ്ഷനിലൂടെയും കടന്നുപോയിട്ടുള്ള സകലരും പിണറായിയെ വെറുത്തിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ പിണറായി കടന്നു പോകുമ്പോൾ വഴിയിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. പിണറായി കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഗതാഗതം സ്റ്റോപ്പ് ചെയ്യും. അവിടെ കാത്തു നിൽക്കുന്ന സകലരും ചീറിപ്പാഞ്ഞു പോകുന്ന പിണറായിയെയും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തെയും ശപിക്കും. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി എല്ലാ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യരുടെ ശാപം ഏറ്റിരുന്നു. അങ്ങനെ പിണറായിയുടെ വാഹനത്തിന് മുമ്പിൽ കുടുങ്ങിപ്പോയവരൊക്കെ പിണറായിക്കെതിരെ ആഞ്ഞുകുത്തി. മാത്രമല്ല പിണറായി യാത്ര ചെയ്യുന്ന ഇടങ്ങളിലെ
മുഴുവൻ ട്രാഫിക് ലൈറ്റുകളും ഓഫ് ചെയ്ത് പിണറായിക്ക് സുരക്ഷയൊരുക്കും. വഴിനീളെ പോലീസായിരിക്കും. ഒരു വാഹനവും കടന്നുപോകാൻ അനുവദിക്കില്ല. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലീസ് പൊക്കിക്കൊണ്ടുപോകും. ഇങ്ങനെ പിണറായിയാൽ കഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട്. അവരൊക്കെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്തു. ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ ആദ്യം തന്നെ പറഞ്ഞു, തനിക്ക് സുരക്ഷ വേണ്ട, ഒരു പൈലറ്റ് വാഹനം മാത്രം മതി. പോലീസ് ആകെ ആശയക്കുഴപ്പത്തിലായി. മുഖ്യമന്ത്രി ഗിസൽ പ്ലസ് കാറ്റഗറി സുരക്ഷ കൊടുക്കേണ്ടതാണ്, അത് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? പക്ഷേ കടും പിടുത്തത്തിൽ തന്നെയായിരുന്നു വി.ഡി. സതീശൻ. ഞാൻ ജനങ്ങളുടെ സുരക്ഷയിൽ ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ആ സുരക്ഷ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു എസ്കോർട്ട് വാഹനവും ഒരു പൈലറ്റ് വാഹനവും ആക്കാൻ പോലീസ് സമ്മതിച്ചു. 2 വാഹനമില്ലാതെ യാത്ര ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 2 വാഹനങ്ങൾ വി.ഡി. സതീശനൊപ്പം ഉണ്ടാവും. പിണറായിക്കൊപ്പം നാടിളക്കി നടന്നിരുന്ന വാഹന വ്യൂഹം അപ്രത്യക്ഷമാകും. എന്ന് മാത്രമല്ല, തൻ്റെ ഗതാഗതത്തിന് വേണ്ടി ട്രാഫിക് തടയരുതെന്നും താൻ ഈ ട്രാഫിക്കിനൊപ്പം പോയിക്കോളാമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമാണ്, മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങൾ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ ഒതുക്കി കൊടുക്കും, അവർ കടന്നു പോയിക്കോളും. വഴിയിൽ ട്രാഫിക് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ നേരത്തെ തന്നെ തടഞ്ഞു വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടി വി.ഡി. സതീശൻ പറഞ്ഞു. പുതിയ വാഹനങ്ങൾ ഒന്നും വാങ്ങുന്നില്ല. നിലവിൽ മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അവർ ഉപയോഗിച്ചാൽ മതി. പിണറായിയുടെ കറുത്ത കാർ ഇപ്പോൾ തന്നെ ടൂറിസം വകുപ്പ് തിരിച്ചെടുത്തിട്ടുണ്ട്. ടൂറിസം വകുപ്പിൻ്റെ കയ്യിലുള്ള മറ്റൊരു ഇന്നോവ ക്രിസ്റ്റ ആയിരിക്കും കൊടുക്കുന്നത്. കാരണം കറുത്ത കാറ് ആഡംബര കാറാണ്, അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി തുടരുമെന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പകരം പുതിയ കാർ വാങ്ങുന്നതില്ല. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പഴയ കാർ തന്നെയായിരിക്കും വി.ഡി. സതീശൻ ഉപയോഗിക്കുന്നത്. വി.ഡി. സതീശൻ മാത്രമല്ല, മുഴുവൻ മന്ത്രിമാരും നിലവിലുള്ള ഇന്നോവ ക്രിസ്റ്റ തന്നെ, അതായത് മറ്റു മന്ത്രിമാർ ഉപയോഗിച്ചിരുന്ന ഇന്നോവ ക്രിസ്റ്റ അറ്റകുറ്റപ്പണികൾ തീർത്ത് റെഡിയാക്കിയിട്ടുണ്ട്, അതായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ പിണറായി അധികാരത്തിൽ വന്നപ്പോൾ പലതവണ വാഹനം മാറി മന്ത്രിമാർക്ക് പുതിയ വണ്ടി മേടിച്ചു കൊടുത്തു. പുതിയ വണ്ടി വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനും വലിയ കയ്യടിയും സ്വീകാര്യതയും ജനങ്ങൾക്കിടയിൽ കിട്ടുന്നു. വി.ഡി. സതീശൻ ഇതേക്കുറിച്ചുള്ള നിരീക്ഷണം ശ്രദ്ധേയമാണ്. ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ ഇതേ കൂടെ പോയാൽ ഇത് കാണുന്നവർ ഊറിച്ചിരിക്കും, പരിഹസിക്കും, അത്രയും ഞാൻ വളർന്നിട്ടില്ല എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു വലിയ ആർഭാടത്തിൽ പോകേണ്ട ഒരാളല്ല. ഞാൻ കരുതുന്നത്, ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, ഉള്ളിലെങ്കിലും ചിരിക്കും, പരിഹസിച്ചിരിക്കും. ഇതാരാണ്, അല്പം ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവനാണെന്ന് തോന്നും. അതുകൊണ്ട് നാണക്കേട് ഒഴിവാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്രയും പത്രാസ് അധികാരത്തിൻ്റെ കൂടുമോ അത്രയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലും. അപ്പോൾ എത്രയും വലിയ പത്രാസ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ജനങ്ങളുമായി കൂടുതൽ അടുക്കും, കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് അധികാരത്തിൻ്റെ പത്രാസിൽ മയങ്ങില്ല എന്നാണ്. അത് മയങ്ങിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിർബന്ധിച്ച് പറഞ്ഞതെല്ലാം ഒഴിവാക്കാൻ നോക്കുകയാണ്. സത്യത്തിൽ വി.ഡി. സതീശൻ്റെ പ്രസ്താവന അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ആഡംബരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകങ്ങളൊക്കെ ഉപേക്ഷിച്ച് സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനെ പോലെ തന്നെ എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തീരുമാനം കൈയ്യടി നേടുന്നു. ഇതിനേക്കാൾ ശ്രദ്ധേയമായ മറ്റൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിക്ക് മുഖ്യമന്ത്രി ചുമതലയേറ്റാൽ അപ്പോൾ തന്നെ ക്ലിഫ് ഹൗസ് അഴിച്ചു പണിയും. 5 വർഷം പിണറായി താമസിച്ച അതേ ക്ലിഫ് ഹൗസ് 2ാം തവണ ചുമതലയേൽക്കുന്നതിന് മുൻപ് കോടിക്കണക്കിന് രൂപ മുടക്കി പുതുക്കി പണിതിരുന്നു. 45 ലക്ഷം രൂപ മുടക്കി ചുറ്റുമതിൽ പണിയുകയും ലക്ഷങ്ങൾ മുടക്കി കന്നുകാലി തൊഴുത്തുണ്ടാക്കുകയും സ്വിമ്മിംഗ് പൂൾ ശരിയാക്കുകയും ഒക്കെ ചെയ്തു. ഇത്തരം പ്രപ്പോസലുമായി പൊതുമരാമത്ത് വകുപ്പ് വി.ഡി. സതീശനെ കണ്ടിരുന്നു. അപ്പോൾ തന്നെ അതെല്ലാം വിലക്കി. ഒരു മാറ്റവും വരുത്തേണ്ടതില്ല, എല്ലാം ഒന്ന് തൂത്തുവാരിയിട്ടാൽ മാത്രം മതി, നന്നായിട്ടൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്തോളൂ, വേറൊരു മാറ്റവും വരുത്തേണ്ട എന്നാണ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലീക്ക് അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അവയൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ലക്ഷങ്ങൾ മുടക്കരുത്. കന്നുകാലി വളർത്താൻ തനിക്ക് നേരമില്ലാത്തതുകൊണ്ട് കന്നുകാലികളെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പറയുന്നതിന് മുമ്പ് തന്നെ കന്നുകാലികളെ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വി.ഡി. സതീശൻ ലാളിത്യത്തിന് വഴി കാണിക്കുകയാണ്. 1 രൂപ പോലും മുടക്കാതെ ക്ലിഫ് ഹൗസിലേക്ക് അദ്ദേഹം കയറി താമസിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിണറായി ജനങ്ങളെ എങ്ങനെ വെറുപ്പിച്ചുവോ ആ വെറുപ്പൊക്കെ തുടച്ചു നീക്കി ഭംഗിയായി തന്നെ മുമ്പോട്ട് പോകാനാണ് വി.ഡി. സതീശൻ നീക്കം. ഒരൊറ്റ കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അടിയന്തരമായി മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അതങ്ങ് തിരിച്ചു കൊടുക്കണം. ആ ഹെലികോപ്റ്ററിന് കോടികളാണ് വാടക കൊടുക്കുന്നത്. അത് വലിയൊരു ധൂർത്തായി ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുകയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ചുമതല ഏൽക്കുമ്പോൾ ആദ്യം തന്നെ ആ വാടക ഹെലികോപ്റ്റർ റദ്ദ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തണം എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഇതോടുകൂടി പിണറായിസ്റ്റ് ധൂർത്തിൻ്റെ എല്ലാ അടയാളങ്ങളും അവസാനിക്കും. ഇതിനിടയിൽ ഒരു സുരക്ഷാ പ്രശ്നം ഉടലെടുക്കുന്നുണ്ട്. വി.ഡി. സതീശൻ യാത്ര ചെയ്യുന്നത് കാറിൻ്റെ മുൻ സീറ്റിലാണ്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിമാർ യാത്ര ചെയ്യേണ്ടത് പിറകിലത്തെ സീറ്റിലാണ്. പിണറായി വിജയൻ പിൻ സീറ്റിൽ തന്നെയായിരുന്നു. എന്നാൽ പിണറായിക്കൊപ്പം കയറാൻ മറ്റാരും ധൈര്യം കാണിക്കാത്തതുകൊണ്ട് പലപ്പോഴും ഭാര്യയും മക്കളും കയറുമെന്നല്ലാതെ ആരും ഉണ്ടാവുമായിരുന്നില്ല ആ സീറ്റിൻ്റെ അരികിൽ. സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ വേറെ വാഹനത്തിലായിരുന്നു, മുമ്പിൽ ഒരു ഗൺമാൻ ആയിരുന്നു. എന്നാൽ വി.ഡി. സതീശന് അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ശീലമില്ല.
പിറകിലിരുന്നാൽ കുത്തി നിറച്ച് മറ്റ് നേതാക്കൾ കൂടെ കയറുമെന്ന് വി ഡി സതീശൻ അറിയാം. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എക്കാലത്തും വാഹനത്തിന് മുൻ സീറ്റിലാണ് ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതിന് ശേഷവും വി ഡി സതീശൻ മുൻ സീറ്റിൽ തന്നെയാണ് ഇരുന്നത്. മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ ഔദ്യോഗിക വാഹനത്തിന് മുൻ സീറ്റിലാണോ ഇരിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഉമ്മൻചാണ്ടി പിറകിലായിരുന്നിരുന്നത്, പക്ഷേ എല്ലാവരുടെയും കൂടെ ഞെങ്ങിഞ്ഞെരുങ്ങിയായിരുന്നു. എന്നാൽ വി ഡി സതീശൻ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹം, മുൻ സീറ്റിലാണ് ഇരിക്കുന്നത്. അത് സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായിരിക്കും വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ഇനി തുടരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല.